ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു PC-ക്കകത്ത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വിൻഡോസ് 10 ആണ് ഞാൻ ഇന്നിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണത്. നിങ്ങൾക്ക് ഈ 11 വേണമെങ്കിൽ ഇതേ മോഡൽ ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റ് ലീഗലായിട്ടുള്ള കാര്യമാണ് ഗൈസ്. അതായത് അവരെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യണതാണ്. ആർക്കൊക്കെ ചെയ്യാന്നേ ഉള്ളൂ. നമുക്ക് ഇതിനായിട്ട് കറക്റ്റായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് കണക്ഷൻ വേണം. അതുപോലെ നമുക്കൊരു മിനിമം ഒരു 8 GB എങ്കിലും സ്പേസ് ഉള്ള ഒരു പെൻ ഡ്രൈവും വേണം. ഇത് രണ്ടും നമുക്ക് മസ്റ്റായിട്ട് വേണം ഗൈസ്. പിന്നെ നമുക്ക് PC ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ഏതെങ്കിലും ഒരു ബ്രൗസർ. ഇപ്പം ഞാൻ ഇവിടെ ബ്രേവ് ആണ് ഓപ്പൺ ചെയ്യണത്. അതിൽ നമ്മളിവിടെ മൈക്രോസോഫ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അടിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ലിങ്ക് അവർ തന്നെ ഒറിജിനൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിൽ കയറിയിട്ട് ഈ മുകളിലായിട്ട് വിൻഡോസ് എന്ന് പറഞ്ഞ ഒരു ടാബ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഗെറ്റ് വിൻഡോസ് 11 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് വിൻഡോസ് 11 ആണെങ്കിൽ അതിൽ നിൽക്കിയാൽ മതി. ഇപ്പോൾ 10 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ പോവുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് സെൻറ്റർ എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വിൻഡോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്കിവിടെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും: വിൻഡോസ് 11, വിൻഡോസ് 10, വിൻഡോസ് 8.1 എന്ന് കാണാൻ സാധിക്കും. ഗൈസ്, ഇപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് വിൻഡോസ് 10 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത ശേഷം അടുത്ത പേജിലായിട്ട് അപ്ഡേറ്റ് നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കാണും. ക്രിയേറ്റ് വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ മീഡിയ എന്നുള്ള ഒരു ഇത് കാണും. ആ ഓപ്ഷൻ്റെ താഴെ ആയിട്ട് ഡൗൺലോഡ് ടൂൾ നൗ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫയൽ ഡൗൺലോഡ് ആവും. ഏകദേശം കുറച്ച് MB വേണുള്ളൂ. അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തായാലും ഒരു നെറ്റ് കണക്ഷൻ നല്ലവർക്ക് വേണം. ഇനിയിപ്പോൾ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം. ആ ഒരു EXE ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കും. അതൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയ ശേഷം അക്സെപ്റ്റ് കൊടുക്കാം. അക്സെപ്റ്റ് കൊടുത്ത ശേഷം അടുത്തൊരു പേജിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യണോ അതോ ക്രിയേറ്റ് ചെയ്യണോ എന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത പേജിൽ ചോദിക്കണത് നിങ്ങൾ വിൻഡോസിൻ്റെ ബിറ്റ് റേറ്റ് അതുപോലെ ലാംഗ്വേജ് ഇതൊക്കെ മാറ്റാനായിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ മാറ്റാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ടിക്ക് മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത പേജിലായിട്ട് USB സെലക്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്തേക്കുന്ന USB ഇവിടെ ഓട്ടോമാറ്റിക് കാണിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഫയൽ തനിയെ ഡൗൺലോഡ് ആവാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് നിങ്ങൾ നെറ്റ് നല്ല സ്പീഡ് വേണം. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പെൻഡ്രൈവിലോട്ട് ആക്കിക്കോളും. അത് തന്നെ ഫിനിഷ് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യാനുള്ളത് നമ്മളെ PC റീസ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് Alt F4 ഞെക്കുകയാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഓൺ ആകുമ്പോൾ തന്നെ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബയോസിൻ്റെ അകത്ത് കയറാൻ പറ്റും. അപ്പോൾ ഇതിൽ പെൻഡ്രൈവ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ബൂട്ടിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുത്ത് നമ്മൾ വീണ്ടും ഓട്ടോമാറ്റിക് അത് സ്റ്റാർട്ടാവും. അപ്പോൾ അത് ഓണായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചോദിക്കും ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ. അത് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പ്രോഡക്റ്റ് കീ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിക്കാൻ കാണിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഐ ഡോണ്ട് ഹാവ് പ്രോഡക്റ്റ് കീ കൊടുക്കണം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനത്തെ മോഡലാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ പ്രോ ആണ് കൊടുക്കുന്നത്. പ്രോ ആണ് അത്യാവശ്യം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇവിടെ ഓരോ ലൈസൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇത് നേരത്തെ കാണിച്ച അതേ സാധനം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെയും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണോ അതോ ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഇൻസ്റ്റാളാണ് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇതിനു മുമ്പേ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡ്രൈവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്തിട്ട് അതിലോട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഫോർമാറ്റ് ചെയ്ത് എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഓട്ടോമാറ്റിക് ഇനി ഇൻസ്റ്റാളായി തുടങ്ങും. ഇത് മൊത്തം കംപ്ലീറ്റ് ആവണ വരെ നിങ്ങൾ കമ്പ്യൂട്ടർ ഓഫ് ആവാതെ നിങ്ങൾ നോക്കണം. ഓഫ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പാതി വെച്ച് ക്രാഷായി എല്ലാം പോവാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് വീണ്ടും റീസ്റ്റാർട്ട് ആവും. അപ്പോഴും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അത് തനിയെ തന്നെ ആയിക്കൊണ്ടിരിക്കും. ഈ സമയത്തൊന്നും നിങ്ങൾ പെൻ ഡ്രൈവ് ഊരാനോ അല്ല വേറെ ഒരു കാര്യം ചെയ്യാനോ പാടില്ല. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വീണ്ടും ഫാസ്റ്റ് സെലക്ട് ചെയ്യാൻ കാണിക്കും, കീബോർഡിൻ്റെ ഇത് ലേഔട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇതെല്ലാം ഇതിൽ കാണിക്കുന്ന ഓപ്ഷൻ അതേപോലെ നിങ്ങളങ്ങ് ചെയ്തു പോയാൽ മതി. ഇതിപ്പോൾ സ്ക്രീനിൻ്റെ പിന്നിടാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ചെയ്ത് പോകാൻ നോക്കുക. ഇതിപ്പോൾ എനിക്ക് ആവശ്യമുള്ള രീതിയിലാണ് ഞാൻ ചെയ്തു പോണത്. ഇതെല്ലാം കഴിയുമ്പോൾ ഗൈസ് ഇങ്ങനെ കാണിക്കും. ഏകദേശം അപ്പോൾ പി സിയുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വിൻഡോസിൻ്റെ ഇത് വരും ഗൈസ്. അപ്പോൾ സാധാ ഒരു പി സി എങ്ങനെയാണ് ഓണാവുന്നത് അതേപോലെ ആവും. ഗൈസ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആയിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ദിസ് പി സി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് വരണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടിക്ക് മാർക്ക് ചെയ്ത ശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദിസ് പി സി, അതായത് ആ ഒരു സംഭവം കിട്ടും. ഇനിയിപ്പോൾ എനിക്ക് ഇതിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെൻഡ്രൈവ് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാനതിപ്പോൾ റിജക്റ്റ് കൊടുത്ത് അത് ഊരിക്കളഞ്ഞ് അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഒരു ഡ്രൈവ് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ അത് ഒന്നാക്കണം. അതായത് അത് യഥാർത്ഥ ഒരു ഹാർഡ് ഡിസ്ക്കാണ്, പക്ഷെ അത് 2 പാർട്ടീഷനായിട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇത് ഒറ്റ പാർട്ടീഷൻ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു ഹാർഡ് ഡിസ്കിൽ തന്നെ 2 പാർട്ടീഷനായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് വേണ്ടാത്ത പാർട്ടീഷൻ ഞാൻ ഡിലീറ്റ് ഓളിയും കൊടുക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള പാർട്ടീഷനിൽ, അതായത് എനിക്ക് ഏതാണ് വേണ്ടത് ആ ഒരു പാർട്ടീഷനിൽ വെച്ചിട്ട് എക്സ്റ്റെൻഡ് വോളിയം കൊടുത്തിട്ട് അപ്പോൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് എത്ര GB വരും എന്നൊക്കെ ഉള്ളത്. നെക്സ്റ്റ് അടിച്ചിട്ട് ഏസ് കൊടുക്കുക. അപ്പോഴത്തേക്ക് അതൊരു പച്ച കളറാവും. അതായത് ഇത് ഒറ്റ പാർട്ടീഷൻ ആയിട്ടുണ്ടെന്ന് കാണിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ദിസ് പി സി 20 കയറി നോക്കിയാലും കാണാൻ സാധിക്കും ഒറ്റ ഡിസ്കായിട്ട്. ഗൈസ് അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത പുതിയ വീഡിയോകളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാനൊക്കെ നോക്കാം. പക്ഷേ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോണുണ്ട്. ജോലിയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി താമസിക്കണം ഗൈസ്. എന്തായാലും നമുക്ക് ഇനി നല്ല കിടിലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരേക്കും ബൈ.